സോ അങ്ങനെ ഞങ്ങളുടെ ക്രൂയിസിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ക്രൂയിസിന് പുറത്ത് ക്രൂ മെമ്പേഴ്സൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. കയറിയ പാടെ നമ്മൾക്ക് അവർ കൂൾ ടവലൊക്കെ പ്രൊവൈഡ് ചെയ്തു. അകത്ത് ഇതുപോലെ വലിയൊരു ബുഫേ ലഞ്ചാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വിഭവങ്ങളുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. സോ അങ്ങനെ ഞങ്ങളുടെ ബോട്ട് മറീനിൽ നിന്നും നീങ്ങി തുടങ്ങി. പുറത്തിങ്ങനെ നല്ല വെയിൽ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പലരും ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. സോ ഹാലോങ് ബേയിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന 100 കണക്കിന് ലക്ഷറി ക്രൂയിസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കയാക്കിങ്ങിനും റോക്ക് ക്ലൈമ്പിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ പേര് കേട്ടൊരു സ്ഥലം കൂടിയാണ് ഹാലോങ് ബേ. സോ അത് മാത്രമല്ല, ധാരാളം സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജെയിംസ് ബോണ്ട് മൂവി ആയിട്ടുള്ള ടുമോറോ നെവർ ഡൈസ് ആണ്. അതുമാത്രമല്ല, സ്കൾ ഐലൻഡൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതും ഇവിടെയാണ്. സോ ഈ കാണുന്ന 100 കണക്കിന് ലൈം സ്റ്റോൺ കാർസ് ആണ് ഈ ഒരു പ്രദേശത്തിന് പ്രത്യേകമായ ഒരു ഭംഗി നൽകുന്നത്. ചിലരൊക്കെ ഹാലോങ് ബേ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഹാലോങ് ബേയിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം, മസ്റ്റ് വിസിറ്റ് ആണ്. പറ്റുവാണെങ്കിൽ ഇതുപോലെ ഒരു ക്രൂയിസ് എടുക്കുക. കാരണം അടിപൊളി വ്യൂ ആണ്. ഇറ്റ്സ് ലൈക്ക് ഒരു അവതാർ മൂവിയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെന്ന പോലത്തെ ഒരു വ്യൂ ആണ്. സോ ഈ കാണുന്ന ലൈം സ്റ്റോണുകളൊക്കെ ഏകദേശം 500 ദശലക്ഷം വർഷങ്ങൾ കടന്നു പോയിട്ടുള്ളവയാണ്. 500 മില്യൺ ഇയേഴ്സ്. അതുപോലെ തന്നെ കുറേ വർഷങ്ങളിലെ ഇറോഷൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് ഇന്നവ എത്തിയിട്ടുള്ളത്. ക്രിസിന് നീന്തൽ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ കയാക്കിംഗ് എടുക്കാൻ നിന്നില്ല. പകരം നമ്മളൊരു ബോട്ടിംഗ് ആക്ടിവിറ്റിയാണ് എടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ട് നന്നായി എന്നെനിക്ക് പിന്നീട് മനസ്സിലായി. ഹാലോങ് ബേയിലെ വെള്ളം ഇപ്പോഴും ഇങ്ങനെ ഒരു പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. അതിന് കാരണം ഇവിടുത്തെ വൈറ്റ് ലൈം സ്റ്റോൺസ് ആണ്. സോ ഇങ്ങനെ തപ്പി തടഞ്ഞ് കയാക്കിംഗ് ചെയ്യാൻ പറ്റിയൊരു ഇടമല്ല ഹാലോങ് ബേ. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന ബോട്ടുകൾ നിങ്ങൾ ഇടിച്ചിടാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെ പാട്ട് പാടിയും പൊട്ടിച്ചിരിച്ചും അതുപോലെ തന്നെ ക്രൂയിസുകൾ നൃത്തം ചെയ്തുമൊക്കെ പോകുന്ന ധാരാളം ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഹാലോങ് ബേയിൽ ഇത് മാത്രമല്ല, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. അതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.